ഗൈസ് എന്തൊക്കെയാണ് വിശേഷം? നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് കോക്കനട്ട് പുഡിങ്ങാണ്. അപ്പോൾ നമ്മളൊന്ന് ആദ്യം നമ്മൾ തേങ്ങ തല്ലി പൊടിച്ചതിൻ്റെ വെള്ളം എടുത്തെടുക്കും. വെള്ളം ഒഴിച്ചിട്ട് ഒരു ഗ്ലാസ് പാത്രം മാറ്റിയേക്കും. നിങ്ങളതിൽ ഇളനീരുണ്ടെങ്കിൽ ഇളനീരം വിട്ട് കുറച്ച് ടേസ്റ്റ് തന്നാവും. നമ്മുടെ തേങ്ങ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ തേങ്ങ സലാല തേങ്ങ കേരളത്തിൽ നിന്ന് തേങ്ങണത് ഒമാനിക്ക് വരുന്നത്. ഇപ്പം തവണ തേങ്ങയുടെ വെള്ളം കുറച്ച് മാറ്റി കുറച്ചെല്ലാം. അപ്പോൾ നമ്മുടെ തേങ്ങയിൽ കുറച്ച് കരടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു അരിപ്പ് വെച്ചിട്ട് ഇതേപോലെ അരിച്ചെടുക്കും. പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കോക്കനട്ട് വെള്ളം നമ്മൾ ചൂടാക്കുക. അതിലേക്ക് നമ്മൾക്കൊരു കുറച്ച് ജലാറ്റിൻ എടുത്തിട്ട് ഒരു ഏകദേശം ഒരു 5-6 ഗ്രാം ഉണ്ടാവും കേട്ടോ. ഗ്രാമിൽ കോക്കനട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് മധുരത്തിന് കുറച്ച് പഞ്ചസാര ചേർക്കുക. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുന്ന സാധനമാണ്. നിങ്ങളൊന്നും ഉണ്ടാക്കി ഏതായാലും എടുക്കുക, കുഴപ്പമില്ല. ശകലം ഉപ്പിട്ടത് ടേസ്റ്റിന്റെ പഴത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്തെങ്കിലും മധുരത്തിന് കിട്ടും. എന്നിട്ട് നമ്മളിതുണ്ടെങ്കിൽ സലാറ്റിന് വെള്ളം ഇളക്കി കൊടുത്തിട്ട് കോക്കനട്ട് വെള്ളം കുറവാണെങ്കിൽ കുറച്ച് സാധാ പച്ചവെള്ളം നല്ല വെള്ളം ഒഴിച്ചോളൂ കേട്ടോ. ഇളനീരൊക്കെ നിങ്ങൾ വീട്ടിൽ അത്യാവശ്യം തേങ്ങകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊട്ടിച്ചടിച്ചോ. ചൈന ഗ്രാസ് ആണ്. ചൈന ഗ്രാസ് ജസ്റ്റ് ചെറിയ ചൂടിൽ വെച്ചിട്ട് നമ്മൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ, വലിയ ഓവർ തീ കത്തിക്കാൻ പാടില്ല. ഒരു മീഡിയം ലെവൽ വെച്ചിട്ടാണ്. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ഇളക്കി കൊടുക്കുക. ഒന്ന് മെൽറ്റായാൽ മതി കേട്ടോ. നമ്മൾ ചൈന ഗ്രാസ് വെള്ളം കോക്കനട്ട് വെള്ളം മിക്സ് ചെയ്ത് ചൂടാക്കിയത് പാല് കരടൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിവാക്കാനുണ്ടാവും. എന്നിട്ട് പാത്രത്തിലാക്കി വെക്കുക. ഗൈസ്, അപ്പോൾ നമ്മൾ തേങ്ങ കട്ട് ചെയ്ത് ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല മിക്സിയിൽ ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ട് പാലെടുക്കണം. ഓക്കെ, അപ്പം കട്ട് ചെയ്ത് മഞ്ഞൾ കിടക്കൊന്നും തീർക്കാൻ പാടില്ല. നൂറ് അരക്കണം. പിന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോക്കനട്ട് പുഡിംഗാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അത് നിർബന്ധം. മിക്സിയിലിട്ടത് കറക്കാം. അതിന്റെ പാല് നമ്മളൊരു അരിപ്പെടുത്ത് ഇതേപോലെ അരിക്കുക. ഒരു പീസാണ്. അപ്പം തേങ്ങാപ്പാൽ കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ഇതിലൊഴിക്കുക. ഓക്കെ, എന്നിട്ട് നല്ലൊന്ന് ഇളക്കി കൊടുക്കുക. ചൂടായി കഴിഞ്ഞാൽ തീ സ്ലോ ഫ്ലെയിം വെച്ചാൽ മതി. ഒരു മീഡിയത്തിൽ വെച്ചാൽ മതി. ആവശ്യമായ പഞ്ചസാര നിങ്ങൾക്ക് എത്രയാണ് മധുരം വേണ്ടതിനനുസരിച്ച് കേട്ടോ. നിങ്ങൾ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ കുറച്ച് ടേസ്റ്റ് കൂടും. ഇത് കുറച്ച് പഞ്ചസാര ചേർത്ത് ഒന്ന് മിക്സ് ആക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല കുറുകി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതിലേക്ക് ചൈന ഗ്രാസ് ഒരു 50 ഗ്രാം ഉണ്ടാവില്ല കേട്ടോ. അതിന് കുറച്ച് 40 ഉപ്പ് ഉണ്ടാവും. 150 ഇട്ടിട്ട് ഇളക്കാം. നമ്മൾ ചൈന ഗ്രാസിൻ്റെ ഇട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം. ഞാൻ പറഞ്ഞതിനോട് അപ്പോൾ നമ്മളെ പുഡിങ്ങിൻ്റെ മുകളിൽ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ എന്ത് നട്ട്സാണോ ഉള്ളതെങ്കിൽ അത് ചെറുതായി കട്ട് ചെയ്യാം. എൻ്റെ കയ്യിൽ റോസ്റ്റഡ് അണ്ടിപ്പരിപ്പുണ്ട്, പിന്നെ കുറച്ച് ബദാമുണ്ട്, കുറച്ച് മുന്തിരിയുണ്ട്. അപ്പോൾ അതൊന്ന് ചെറുതാക്കി കൊടുക്കാം. പെട്ടെന്ന് അരിയണമെന്നുണ്ടെങ്കിൽ ഇത് ഇതേപോലെ കുനുകുനാക്കിയാൽ മതി. കൈ നോക്കണം കേട്ടോ. ഇതിൻ്റെ മുന്നേ കൊത്തിയിട്ട് 10,000 രൂപ പോയി കിട്ടിയാണ്. അത് നമ്മൾ തന്നെ സഹിക്കണം.
നമ്മുടെ നേരത്തെ പുഡിങ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു, പക്ഷെ അത്യാവശ്യം കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇത് കിട്ടണം. ഓരോ വര വരച്ചു കൊടുത്താൽ മതി. ഇതെങ്കിലും കിട്ടണം. എന്താ ഇതന്നെ കിട്ടണം. ഇതിങ്ങനെ വെറുതെ എന്താ സാധനം. ഓ കണ്ടില്ലേ, ഓടിക്കളിക്കുന്നു. കണ്ണാടി പോലെ ഉണ്ട്. കണ്ടല്ലേ, ഇതാണല്ലേ എന്താ അത്യാവശ്യം നമ്മളെ അത്യാവശ്യം കൂളായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിച്ചിട്ട് ഒഴിക്കണുണ്ട്. അതിലേക്ക് അരിച്ചിട്ട് ഒരു പാത്രത്തിലാക്കി വെച്ചു. അങ്ങനെ നമുക്ക് ഈ പാത്രം ഏകദേശം ഒരു 10 മിനിറ്റ് തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിൽ എടുക്കുക. ഓക്കെ, ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഡെക്കറേഷൻ കാര്യം ചെയ്യാനുള്ള ടൈമുള്ളൂ. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് നമ്മളൊന്ന് തണുപ്പിക്കാൻ വെക്കുക. ഓക്കെ, എന്നിട്ട് അടുത്ത വീഡിയോ കാണിച്ചു തരാം. നമ്മൾ തേങ്ങാപ്പാലിൻ്റെ പുഡിങ് അത്യാവശ്യം നല്ല കൂളായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാക്കി വെച്ച ചൈന ഗ്രാസ് ഉണ്ടല്ലോ, ചൈന ഗ്രാസിൻ്റെ ആഡ് ചെയ്യാം. ഇതെല്ലാം എല്ലാ ഭാഗത്തും ആയിക്കൊള്ളണം കേട്ടോ. എന്നിട്ട് അവസാനം നമ്മൾ കട്ട് ചെയ്ത് വെച്ച നട്ട്സ് ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്യാം. ഇട്ടെടുക്കാം. എന്നിട്ട് ഒരു 1/2 മണിക്കൂർ നമ്മൾ ഇത് എന്ത് ചെയ്യുന്നതാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, തണുപ്പിച്ചെടുക്കുക. ഓക്കെ, എല്ലാവരും സ്പെഷ്യൽ ഗസ്റ്റായ ദിനേശ് വന്നിട്ടുണ്ട്. ദിനേശിൻ്റെ നേതൃത്വത്തിലായിരിക്കും ഇതൊന്ന് കട്ട് ചെയ്യുക. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ പൊളിച്ചടക്കല്ല വിളിക്കുക. ഗൈസ്, അപ്പോൾ നമ്മൾ പുഡിങ് ഒരു 1/2 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല തിക്കായിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിൽ പാല് ചേർക്കണമെങ്കിൽ പാല് ചേർക്കാം, കുഴപ്പമുള്ള കാര്യമില്ല. മിൽക്ക് മേഡ് ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ നമ്മൾ അത്യാവശ്യം കോക്കനട്ട് വെള്ളം എന്താ പറയുക, വെള്ളം പനിയുള്ളതുകൊണ്ട് അത്യാവശ്യം ഇങ്ങനെ ആക്കി ഉണ്ടാക്കാം. നല്ലത് കട്ട് ചെയ്യാം. നമുക്കിത് പിന്നെ വളരെ ക്ഷമ കുറവായതുകൊണ്ട് പിന്നെ നമ്മൾ വേഗം കട്ട് ചെയ്യണം. ഓക്കെ, എന്നാലും ഒരു 1/2 മണിക്കൂറൊക്കെ വെച്ച് അത്യാവശ്യം നല്ല തിക്കാവും കേട്ടോ. ഗിഫ്റ്റ്സ് ആണ്. എന്നിട്ട് നമുക്കൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് മറിക്കാം, സെർവ് ചെയ്യാം. ഓക്കെ, നമുക്കിങ്ങനെ ചെറിയ പീസ്, വലിയ ഹാർട്ട് ഷേപ്പ് എങ്ങനെ വേണമെങ്കിൽ ആക്കാം, നോ പ്രോബ്ലം. ഏകദേശം ഇത് സെറ്റ് ചെയ്യാൻ ഏകദേശം എനിക്ക് ഒരു 1/2 മണിക്കൂറൊക്കെ മതി കേട്ടോ. ഇത് കുക്ക് ചെയ്യാനാണ് കുറച്ച് ടൈം വേണ്ടത്. സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കാം. അഭിപ്രായങ്ങൾ പറയൂ. അത് കൂട്ടായിരുന്നു, അതിന് കുറവ് ആൾക്കാരാണ് ബാക്കി. ഓക്കെ, और भाई बोलो। हाँ, बहुत अच्छा है। फर्स्ट टाइम खा रहा हूँ मैं, मजा आ रहा है। നല്ലതാണ് മാത്രം പറഞ്ഞു, അത്രേ ഉള്ളൂ. അതാണ് അത്യാവശ്യം. നല്ല കഴിച്ചു, നല്ല പറഞ്ഞു, നല്ല പറഞ്ഞു. ഇല്ലെങ്കിൽ ഇല്ല തന്നെ പറഞ്ഞു. ഉണ്ടാക്കിയ 2 കൊടുക്കും വേണം. ഈ സമയത്ത് കഴിക്കാൻ പറ്റിയ സാധനം മുഴുവൻ കഴിച്ചു. കാരണം സാധനമല്ല, ശരിക്കും കൈയോടെ എടുത്തോ, സ്പൂൺ നോക്കണ്ട. സമയത്ത് കഴിക്കാൻ പറ്റിയ സാധനം.